പിണറായി വിജയന്റെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന തുടരുമ്പോൾ പുറത്ത് വലിയ പ്രതിരോധം തീർക്കുകയാണ് CPIM. പ്രതിഷേധ പരിപാടികൾക്ക് CPIMന്റെ സംസ്ഥാന നേതൃത്വം തന്നെയാണ് ആഹ്വാനം നൽകിയിട്ടുള്ളത്. അതേസമയം ഇപ്പോൾ തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വാടക വസതിക്ക് മുന്നിലായി വലിയ പ്രതിഷേധം. ഇപ്പോൾ കൂടുതൽ CPIM പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം പരിശോധന, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന മണിക്കൂറുകളായി തുടരുക തന്നെയാണ്. ഒരാളെപ്പോലും ആ വീടിന് അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ ഇപ്പോഴും കേന്ദ്രസേന തയ്യാറായിട്ടുമില്ല. തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വസതിക്ക് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വസതിക്ക് പുറത്ത് വലിയ തോതിൽ മുദ്രാവാക്യങ്ങളും പ്രതിഷേധവും ഒക്കെ ഉയരുന്നുണ്ട്. പക്ഷേ അകത്ത് പരിശോധന നടത്തുന്നത് കേന്ദ്ര ഏജൻസിയാണ്. രാജ്യത്തുടനീളം ഇതുപോലുള്ള പ്രതിഷേധങ്ങളൊക്കെ നിരന്തരമായി പരിശോധനകൾക്കിടെ നടക്കുന്നതുമാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതത്ര പരിചിതമായ ഒന്നല്ലായിരിക്കാം. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും മീഡിയയെയും സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ കേന്ദ്രസേനയ്ക്കൊന്നും ഇതൊന്നും ഒട്ടും പുതുമയുള്ള കാഴ്ചകളല്ല. അത് നമ്മൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടക്കം കണ്ടിട്ടുള്ളതാണ്. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട പദവികൾ അലങ്കരിച്ചിരുന്ന ആളുകളുടെ വസതികളിൽ അടക്കം ഇത്തരം പരിശോധനകളൊക്കെ നടക്കുന്നത്. പുറത്ത് അതേസമയം വലിയ പ്രതിഷേധം CPIMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. രാവിലെ 6 മണിക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ആരംഭിച്ചത്. ഇതിനിടെ CPIMന്റെ നേതാക്കളിൽ ചിലരെങ്കിലുമൊക്കെ ഈ വീടുകളിലേക്ക് എത്താൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് വിവരം. അവരെയൊക്കെ കേന്ദ്രസേന തിരിച്ചയക്കുകയുമാണ് ചെയ്തത്. പിന്നീട് ഇപ്പോഴിതാ വലിയ പ്രതിഷേധം മണിക്കൂറുകൾ പിന്നിടുന്ന സാഹചര്യം ആണ് ഉള്ളത്. വലിയ മനുഷ്യാവകാശ ലംഘനം എന്നതൊക്കെയാണ് ഇപ്പോൾ CPIM ഉന്നയിക്കുന്ന ആരോപണം. പക്ഷേ സാധാരണ നമുക്കറിയാം ഇത്തരം പരിശോധനകളൊക്കെ നടക്കുന്നത് ഇതേ രീതിയിൽ തന്നെയാണ്. ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വസതിയിലായതുകൊണ്ട് ആണ് ഇത്രമേൽ പ്രതിഷേധം ഉയരുന്നത്. നിരവധിയായ സ്ഥാപനങ്ങളിൽ അടക്കം ഇത്തരം പരിശോധനകൾ നടക്കാറുണ്ട്. നിരവധി സ്ഥാപന ഉടമകളുടെ വസതികളിൽ ഈ സമീപകാലത്ത് പോലും കേരളത്തിൽ ഇത്തരത്തിലൊക്കെയുള്ള പരിശോധനകൾ നടന്നിട്ടുണ്ട്. നേരത്തെ സമാനമാകുന്ന തരത്തിൽ സാബു ജേക്കബിൻ്റെ ഉടമസ്ഥതയിലുള്ള കിറ്റക്സ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പരിശോധന നടന്നിരുന്നു. അതിനുശേഷം വാഹനക്കടത്ത്, അയൽ രാജ്യങ്ങളിൽ നിന്ന് അടക്കം വാഹനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് എത്തിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് വലിയ സിനിമാ താരങ്ങൾ, കേരളത്തിലെ അറിയപ്പെടുന്ന സിനിമാ താരങ്ങളുടെ വസതികളിൽ അടക്കം പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾ അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇത്തരം റെയ്ഡുകളും പരിശോധനകളുമൊക്കെ നടത്തുമ്പോൾ സ്വീകരിക്കുന്ന നിലപാട് ഇതുതന്നെയാണ്. ഇവിടെ ഇതാ സംസ്ഥാന പോലീസിനെ അറിയിക്കാതെയാണ് ഇത്തരത്തിലൊരു പരിശോധന നടന്നത്. കേന്ദ്ര സേനയെ വിന്യസിച്ചുകൊണ്ടാണ് ഈ ഒരേ സമയം തന്നെ 10 ഇടങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത്. CMRL എക്സാലോജി മാസപ്പടി കേസിൽ അന്വേഷണം തുടരുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനകൾ തുടരുന്നത്. ഈ അന്വേഷണത്തിന് എതിരെ CMRL ഉൾപ്പെടെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ ഇന്നലെ ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണവും തുടർ നടപടികളുമായി മുന്നോട്ട് പോകാം എന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ മണിക്കൂറുകൾക്കകം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയന്റെ വസതികളിലേക്ക് എത്തുന്ന സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ ആണ് ഇപ്പോൾ പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 6 മണിക്ക് ആരംഭിച്ച പരിശോധനയാണ്. ഇതുവരെയും ഈ പരിശോധന ആരംഭിച്ചതിന് ശേഷം എവിടെയൊക്കെ പരിശോധന നടക്കുന്നുണ്ടോ അവിടെ നിന്നൊന്നും ആളുകളെ പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിച്ചിട്ടില്ല. ഇപ്പോൾ ബാംഗ്ലൂരിലെ വീണ വിജയന്റെ ഓഫീസിൽ പരിശോധന നടക്കുന്നുണ്ട്. കൊച്ചിയിലെ CMRLന്റെ ഓഫീസുകളിൽ, ഒപ്പം CMRLന്റെ ഉടമസ്ഥരുടെ വസതിയിൽ അടക്കം പരിശോധനകൾ നടക്കുന്നുണ്ട്. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക്
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോയിട്ടുണ്ടോ എന്നതിൽ ഉൾപ്പെടെ വ്യക്തത വരേണ്ടതുണ്ട്. കോഴിക്കോടും തിരുവനന്തപുരത്തും കണ്ണൂരിലും എറണാകുളത്തും ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത് 10 ഇടങ്ങളിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നു എന്നുള്ളതാണ്. അതിൽ പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകളും ഉൾപ്പെടെ ഇപ്പോൾ പരിശോധനയ്ക്ക് കീഴിൽ ആണ് എന്ന വാർത്താക്കുറിപ്പ് കൃത്യമായി തന്നെ ED പുറത്തുവിട്ടിരുന്നു. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയ പകപോക്കൽ എന്ന ആരോപണം ആണ് ഉന്നയിക്കുന്നത്. കോൺഗ്രസും BJP-യും ഒത്തുകളിക്കുകയാണ്. ഇരുവരും തമ്മിലുള്ള ഡീലിന്റെ ഭാഗമാണ് CPM-നെ തകർക്കാനും ഒപ്പം പിണറായി വിജയനെ തകർക്കാനും വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കം എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്ന ആരോപണം, CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്ന ആരോപണം. അതേസമയം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആ വഴിക്ക് നടക്കട്ടെ എന്നുള്ളതായിരുന്നു നേരത്തെ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണമായി പുറത്തു വന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കേരള പോലീസിന് അറിവുള്ള ഒന്നല്ല, കേന്ദ്ര ഏജൻസിയാണ് ഇത് നടത്തുന്നത് എന്ന് പ്രതികരിച്ചു. K മുരളീധരൻ CPM-ന്റെ ആരോപണങ്ങളെ തള്ളിക്കളയുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയിട്ടുള്ളത് അവിടുത്തെ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയാണ്. ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘം ആണ് അവിടെ കൂടിക്കാഴ്ചകൾ നടത്തുന്നത്. അതിനിടയിൽ ഇങ്ങനെ പരിശോധന നടത്തുമ്പോൾ അതിലേതെങ്കിലും തരത്തിലുള്ള ഒത്തുകളിയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളല്ലേ ഇത് കേൾക്കുന്നത് എന്ന ചോദ്യം ആയിരുന്നു K മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. അതേസമയം പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ വസതികൾക്ക് മുന്നിൽ, അതായത് കണ്ണൂരിലെ വസതിയിൽ ഒപ്പം തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ ഒക്കെ നൂറുകണക്കിന് CPIM പ്രവർത്തകരാണ് തടിച്ചുകൂടി പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.